ഹലോ ഡിയേഴ്സ്, ഇത് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ട് കളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്. ഇവിടെ ഫസ്റ്റ് കാർഡ് തന്നെ ടവർ കാർഡാണ് വന്നിരിക്കുന്നത്. അതായത് വളരെയധികം സ്മൂത്തായിട്ട് മുന്നോട്ട് പോയിരിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പിൽ വലിയൊരു കുലുക്കമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. മേ ബി അവർ തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കാം, അല്ലെങ്കിൽ അവർ ഒന്നിച്ചാണെങ്കിൽ തന്നെ അവർ തമ്മിൽ ഇമോഷണലി വളരെയധികം ഡിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും അവരുടെ റിലേഷൻഷിപ്പിൽ വലിയൊരു കുലുക്കമാണ് സംഭവിച്ചിരിക്കുന്നത്, വലിയൊരു ചേഞ്ചാണ് സംഭവിച്ചിരിക്കുന്നത്. അവർ നെയ്തുകൂട്ടിയ സ്വപ്നങ്ങളൊക്കെയും തകർന്നു പോയ ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ബാക്കിയും കൂടെ കാണിച്ചു നോക്കാം. തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഒരു സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. അവർക്ക് മനസ്സിന് ഒരു സന്തോഷവും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. വളരെയധികം മാനസിക സമ്മർദ്ദമാണ് ഈ ഒരു പേഴ്സൺ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയെ ഈ ഒരു പേഴ്സൺ ഭയക്കുന്നുണ്ടായിരിക്കാം. ഒരു ഡിസിഷനിലേക്കൊന്നും ഈ ഒരു പേഴ്സണ് പൂർണ്ണമായിട്ടും എത്തിച്ചേരാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. അവരുടെ റിലേഷൻഷിപ്പിൽ വലിയൊരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഒരു സ്വന്തമായി ഒരു ഡിസിഷൻ എടുത്ത് ഇതിൽ നിന്ന് പിന്മാറാനായിട്ട് ഇപ്പോഴും ആ ഒരു പേഴ്സണ് കഴിയുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മനസ്സ് വളരെയധികം അസ്വസ്ഥമാണ്, വളരെയധികം സങ്കടമാണ് ഈ ഒരു പേഴ്സൺ. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സണ് സ്വന്തമായൊരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ആ ഒരു ഡിസിഷനിൽ നിന്ന് പിന്മാറുന്നുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ. ഇവിടെ കാണിച്ചു നോക്കാം. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് വളരെയധികം സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കുന്നു. ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കുന്നു. ആ ഒരു പേഴ്സൺ ഒരു ആക്ഷൻ എടുത്ത് പിന്മാറാനായിട്ട് സാധിക്കുന്നില്ല. ഓരോ ദിവസവും കഴിയും തോറും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നു. ആ ഒരു പേഴ്സണ് തന്നെ മനസ്സിലായിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പ് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല അധികം ദൂരം എന്നുള്ളത്. കുറച്ചധികം കാർഡ്സ് വേണം, അത് എടുക്കാനിത്. ഇവിടെ വളരെയധികം ഒരു മനോവിഷമത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ അവർ തമ്മിൽ ഒരു പെയിൻഫുൾ എൻഡിങ്ങിൻ്റെ ഒരു ടൈമാണ്. അതായത് അവർ തമ്മിലുള്ള ആ ഒരു ഇപ്പോൾ സംഭവിച്ച ആ ഒരു കുലുക്കം, അവരുടെ റിലേഷൻഷിപ്പിലുണ്ടായ ആ ഒരു വലിയൊരു ചേഞ്ച്, അത് അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എല്ലാം തിരിച്ചറിഞ്ഞ് അത് എൻഡ് ചെയ്യിപ്പിക്കാമെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം. അപ്പം എന്തായാലും അവരുടെ ഇടയിൽ ഒരു പെയിൻഫുൾ എൻഡിങ്ങിൻ്റെ സമയമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മേ ബി ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന കർമ്മയായിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയ ഒരു പേഴ്സൺ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് അതിൻ്റെ കർമ്മ ആ ഒരു പേഴ്സണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്തായാലും വളരെയധികം ഈ ഒരു പേഴ്സൺ ഒരുപാട് അനുഭവങ്ങൾ അനുഭവിച്ച് തീർക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അതിൻ്റെ ആ ഒരു റിയാലിറ്റി, അതായത് ഇനി ഈ ഒരു പേഴ്സൺ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല, അല്ല ഇതിലൊരു ഹോപ്പുമില്ല എന്നുള്ളത് ആ ഒരു പേഴ്സണായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഈ കാണുന്നത്.
എന്തായാലും ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നു ഈ ഒരു പേഴ്സൺ ഒരു ചതി നേരിട്ടിട്ടുണ്ട് തേർഡ് പാർട്ടിയിൽ നിന്ന് എന്നുള്ളത് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനെ മനഃപൂർവ്വം അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം അത് ആ ഒരു സിറ്റുവേഷനെ അക്സെപ്റ്റ് ചെയ്ത് ആ ഒരു പേഴ്സൺ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാം എന്നുള്ള രീതിയിൽ തീരുമാനിച്ചിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം എന്തായാലും അവരുടെ ആ ഒരു സിറ്റുവേഷനിൽ വളരെ വലിയൊരു ചേഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പം ഇനിയൊന്നും സഹിക്കാനില്ല, ആ ഒരു പേഴ്സൺ ഇനിയൊന്നും സഹിക്കാനില്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാം എന്നുള്ള രീതിയിൽ തീരുമാനിച്ചിരിക്കുന്നതാണ് കാണുന്നത്. ആ ഒരു പേഴ്സൻ്റെ ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് മൂവ് ഓൺ ചെയ്യാം എന്നുള്ള രീതിയിൽ തീരുമാനിച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഇവിടെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ആ ഒരു പേഴ്സൺ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ അരിയിലേക്ക് അവരുടെ സ്നേഹവുമായി എത്താം എന്നുള്ള രീതിയിലാണ് ചിന്തിച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് അവർ തമ്മിൽ ആദ്യമേ ഉണ്ടായിരുന്ന ആ ഒരു ഇഷ്ടമോ സ്നേഹമോ ഒന്നും ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല. അവരുടെ ഇടയിൽ വലിയൊരു ചേഞ്ച് സംഭവിച്ചിരിക്കുന്നു. എന്തായാലും ഈ ഒരു പേഴ്സൺ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യും എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത്. തിരികെ നിങ്ങളുടെ അടുക്കലേക്ക് എത്തും എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത്. എന്തായാലും ഈ ഒരു പേഴ്സൺ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു ഡിസിഷനിൽ നിന്ന് ആ ഒരു വ്യക്തിയെ ആർക്കും പിന്തിരിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പം ഒരു ഉറച്ച ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. അപ്പം ഇപ്പോൾ ആ ഒരു വ്യക്തി പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കുന്നത്, എങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പം അതുകൊണ്ട് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇവിടെ തേർഡ് പാർട്ടി മൈൻഡ് ഗെയിംസ് കളിക്കുന്നുണ്ടായിരിക്കാം. അപ്പം അതുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ബുദ്ധിപരമായിട്ടായിരിക്കാം കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ചതിയിലൂടെ മാത്രമേ ഇനിയൊരു വിജയം ഉണ്ടാകൂ എന്നുള്ളത് ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നു. എന്തായാലും ആ ഒരു പേഴ്സൻ്റെ ഇമോഷൻസ് എല്ലാം ബാലൻസിൽ വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ എന്തായാലും വളരെ ക്ഷമയോട് കൂടിയിട്ടാണ് ആ ഒരു പേഴ്സൺ ഇരിക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആ ഒരു പേഴ്സൺ പാസ്റ്റിൽ തന്നെ സ്റ്റക്കാണ്. കാരണം നിങ്ങളെന്നുള്ള വ്യക്തിയെ നഷ്ടപ്പെടുത്തിയത് ആ ഒരു നഷ്ടബോധം ആ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. മനഃപൂർവ്വം നഷ്ടമാക്കി കളഞ്ഞല്ലോ എന്നുള്ളൊരു ചിന്തയായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഇമോഷൻസ് എല്ലാം കൺട്രോൾ വയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വളരെ ക്ഷമയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഈ ഒരു വ്യക്തി തിരക്ക് കൂട്ടുന്നില്ല കാര്യങ്ങൾ. കാരണം എല്ലാം സാവധാനത്തിൽ കാര്യങ്ങളെല്ലാം നീക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്നൊരു ആക്ഷൻ എടുക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തി വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും മുന്നോട്ട് നീങ്ങുകയില്ല. അപ്പം വളരെ സമാധാനപരമായിട്ട് കാര്യങ്ങളെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യാനാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഉടനെ പെട്ടെന്നൊരു ആക്ഷൻ എടുത്ത ആ ഒരു പേഴ്സൺ മുന്നോട്ട് വരികയില്ല. അപ്പം നിങ്ങളുമായിട്ട് പെട്ടെന്നൊന്നും ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് വരികയില്ല ആ ഒരു പേഴ്സൺ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ ചുറ്റും ഒരുപാട് സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അതിനെല്ലാം അതിജീവിക്കണമെങ്കിൽ കാര്യങ്ങൾ വളരെ സാവധാനത്തിൽ നീക്കിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ ആ ഒരു വ്യക്തിക്ക് കഴിയും. എന്തായാലും ഇവിടെ കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടിയുമായിട്ടുള്ള കർമ്മ അവസാനിക്കുന്നു. കാരണം ഈ ഒരു പേഴ്സൺ ഒരുപാട് ലെസൺസ് ലേൺ ചെയ്തതായിട്ട് കാണുന്നു. ആ ഒരു തേർഡ് പാർട്ടിയുടെ വലയത്തിൽ നിന്നതും ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് കിട്ടേണ്ടിയിരിക്കുന്ന കർമ്മയായിരിക്കാം. അപ്പം അതെല്ലാം ആ ഒരു പേഴ്സൺ ആ ഒരു കർമ്മയെല്ലാം കിട്ടിയതായിട്ട് തന്നെയാണ് കാണുന്നത്. അതിനോടനുബന്ധിച്ച് ഈ ഒരു പേഴ്സൺ ഒരുപാട് ലെസൺസ് എടുത്തതായിട്ട് കാണുന്നു. അപ്പോൾ ആ ഒരു ലെസൺസ് എടുത്തപ്പോൾ തന്നെ പാസ്റ്റിൻ്റെ കാര്യങ്ങളെ ഓർത്ത് വളരെയധികം കുറ്റബോധം അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്.
താൻ ഈ ഒരു കർമ്മയെല്ലാം അനുഭവിക്കേണ്ടി വന്നത് താൻ ചെയ്ത തെറ്റുകളുടെ ഫലമായിട്ടാണെന്ന് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം ഈ ഒരു പേഴ്സൺ ഒരു ഡിപ്രഷനും ആൻസൈറ്റിയൊക്കെയാണ് ഉണ്ടാവുന്നത്. കാരണം സ്വന്തമായിട്ട് വരുത്തി വെച്ച തെറ്റാണെന്ന് ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് തനിക്ക് എത്രയൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജാണ് നോക്കുന്നത്. ജസ്റ്റിസ്, 2 of Cups, King of Swords, Nine of Swords. ഒരു കാർഡ് കൂടി നോക്കാം. The Sun. ഇനിയും യൂണിവേഴ്സിൻ്റെ ഗൈഡൻസും കൂടി നമുക്ക് നോക്കാം. ദി എംപ്രസ്, Ten of Wands, the Star, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാർഡ് ഷഫിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഒരിക്കലും. കാരണം നിങ്ങളുടെ എനർജി ഇവിടെ കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് റെസൊനേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. 5 of Cups. നിങ്ങളുടെ വ്യക്തിയുടെ സോൾ മെസ്സേജ് നോക്കാം. എനിക്കറിയാം നമ്മളുടെ ഇടയിൽ സംഭവിച്ചതിൻ്റെ ഭാരം എനിക്ക് അവഗണിക്കാനാവില്ല. ഞാൻ നിനക്ക് നീതി തരാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് നീയുമായി ആഴത്തിലുള്ള വൈകാരിക ബന്ധം തോന്നുകയാണ്. നമ്മുടെ ഇടയിലെ ദൂരത്തിൻ്റെ വേദനയെക്കുറിച്ച് ഞാൻ അമിതമായി ചിന്തിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണെങ്കിലും നീ എന്നിലേക്ക് വെളിച്ചം കൊണ്ടുവരുന്നു. നീയാണ് എൻ്റെ ജീവൻ, എൻ്റെ വ്യക്തത, എൻ്റെ സന്തോഷം. വളരെ സത്യസന്ധമായി ഞാൻ മുന്നോട്ട് വരുവാനും നിന്നെ ഹീല് ചെയ്യുവാനും നമ്മുടെ ബന്ധം പുനർനിർമ്മിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ്. ഇനി നമുക്ക് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് നമുക്ക് നോക്കാം. നിങ്ങൾ വളരെയധികം സ്നേഹവും കരുതലും ഐശ്വര്യവുമുള്ള വ്യക്തിയായിട്ടാണ് കാണുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരാളാണ്. എന്നാൽ ഈയിടെയായി നിങ്ങൾ വളരെയധികം നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിലും സ്ട്രെസ് അനുഭവിക്കുന്നു. അത് ചിലപ്പോൾ ഒറ്റയ്ക്ക് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് നടത്തുന്നുണ്ടാവാം, അല്ലെങ്കിൽ വളരെയധികം മനസ്സിൽ ആരോടും പറയാനാകാത്ത വേദന കാണുമായിരിക്കാം. ഈ ഒരു സമയം നിങ്ങൾ അതെല്ലാം ഒറ്റയ്ക്ക് താങ്ങാൻ കഴിയില്ലെന്ന് അംഗീകരിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുകയാണ്. നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വളരെയധികം ദുഃഖിക്കുന്നു. എന്നാൽ അതെല്ലാം പൂർണ്ണമായും പോയിട്ടില്ലെന്ന് നിങ്ങൾ മറക്കരുത്. ഇപ്പോഴും നിങ്ങൾ തമ്മിലെ ആ ഒരു പഴയ സ്നേഹമെല്ലാം നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങൾ ഹീലാകുക. പാസ്റ്റിൻ്റെ വേദനകളെല്ലാം മറക്കുക. വിശ്വാസവും പ്രതീക്ഷയും നിലനിർത്താനായിട്ട് ശ്രമിക്കുക. അപ്പം ഇതാണ് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ്. അപ്പം എന്തായാലും നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ആ ഒരു കർമ്മ അവസാനിക്കുന്നതിൻ്റെ ടൈമാണ്. അതിൻ്റെ ഫലമായി ആ ഒരു പേഴ്സൺ ഇപ്പോൾ വളരെയധികം കർമ്മ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു പേഴ്സണ് താൻ ചെയ്ത തെറ്റുകളെക്കുറിച്ചെല്ലാം നല്ല ബോധ്യം വന്നതായിട്ട് കാണുന്നു. പാസ്റ്റിനെ ഓർത്ത് വളരെയധികം റിഗ്രറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് എനിക്കിവിടെ വന്നിരിക്കുന്നത് ഇന്നത്തെ റീഡിങ്ങിൽ. അപ്പം എന്തായാലും ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ആ ഒരു പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിൽ ഒന്നിച്ച് കഴിയുകയാണെങ്കിൽ പോലും അവർ തമ്മിൽ ഇമോഷണലി വളരെയധികം ഡിസ്റ്റൻസ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. എന്തായാലും ഇവിടെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരാനായിട്ടാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇതായിരുന്നു ഇന്നത്തെ റീഡിംഗ്.